നമസ്കാരം, ഞാൻ ഡോക്ടർ രാഗിത, ശർമ്മ മെഡിക്കൽസ് കൽക്കട്ട കവരാജിയിലെയും ഐഹിക ആയുർവേദയിലെയും കൺസൾട്ടിംഗ് ആയുർവേദിക് ഫിസിഷ്യനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ്. സ്വർണ്ണപ്രാശനം എന്ന സംസ്കാരത്തെക്കുറിച്ചാണ്. ഒട്ടുമിക്ക ആയുർവേദ ക്ലിനിക്കുകളിലും സ്വർണ്ണപ്രാശനം ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ എന്നാൽ ഇത് എപ്പോൾ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ള അറിവ് ജനങ്ങളിൽ പരിമിതമാണ്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ അല്ലേ? പ്രാശനം ഹി ഏതത് മേധ അഗ്നിബലവർദ്ധനം ആയുഷ്യം മംഗളം പുണ്യം വൃശ്യം വർണ്ണ്യം ഗ്രഹാപഹം. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നല്ലേ? കുട്ടികൾക്ക് കൊടുക്കുന്ന സ്വർണ്ണപ്രാശന വിധിയിലെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ ബുദ്ധിവികാസം മാത്രമാണോ ഇക്കാലത്തെ പേരൻസായ നമ്മളുടെ എല്ലാവരുടെയും കൺസേൺ? ഒരിക്കലുമല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇൻഫെക്ഷൻസാണ്. ഒരു പരിധിവരെ അതവർക്ക് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ചില കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായും കണ്ടുവരുന്നുണ്ട്. മുതിർന്നവരായാലും കുട്ടികളായാലും ഇമ്മ്യൂണിറ്റി സ്റ്റാർട്ട്സ് ഫ്രം ദിയർ ഗട്ട്. അതെ, നമ്മുടെ ഡൈജഷൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഒരു കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി വളർന്നു വരികയും കുറഞ്ഞു പോവുകയും ചെയ്യുന്നത്. കണ്ണിൽ കാണുന്നതെല്ലാം അടുക്കളയിലുള്ളത് പോലും കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് കൊടുക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി പോലും ആ കുട്ടിക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഒരേ സമയം ഒരു കുട്ടിയുടെ ഡൈജഷൻ പെർഫെക്റ്റ് ആവുന്നതിലൂടെ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും ഇമ്മ്യൂണിറ്റിയും നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളെല്ലാവരെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പോസിഷനാണ് സ്വർണ്ണപ്രാശനം. എന്താണ് സ്വർണ്ണപ്രാശനം? ശുദ്ധീകരിച്ച സ്വർണം തേനിനും നെയ്ക്കുമൊപ്പം ചേർത്ത് പൂയം നക്ഷത്രത്തിൻ്റെ അന്ന് ഒരു കുഞ്ഞിന് കൊടുക്കുന്നതാണ് സ്വർണ്ണപ്രാശനം എന്ന കർമ്മം. ഒരുപാടധികം ബുദ്ധിമുട്ടി പ്രസവിച്ച ഒരു സ്ത്രീക്ക് ഉടനെ തന്നെ പാല് കൊടുക്കാൻ ആരോഗ്യാവസ്ഥ സമ്മതിക്കണം എന്നില്ല. അതുപോലെ പാല് കുറവുള്ള അമ്മമാരും ഉണ്ടായെന്ന് വരാം. കുഞ്ഞുങ്ങൾക്ക് പാല് കുടിച്ചിട്ടും മതിയാകാതെ കരയുന്ന കുട്ടികളും ഉണ്ടാവാം. രാത്രി ഉറക്കക്കുറവുള്ള കുട്ടികളും ഉണ്ടാവാം. ജനിച്ചുടനെ തന്നെ പലവിധ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളും ഉണ്ടായെന്ന് വരാം. അവർക്കെല്ലാം തന്നെ മുലപ്പാലിന് പകരം അല്ലെങ്കിൽ കിട്ടാത്ത മുലപ്പാലിന് പകരം കൊടുക്കാനായാണ് ആചാര്യൻ ലേഹനം എന്ന ക്രിയ വിവരിച്ചിരുന്നത്. വീടിൻ്റെ പരിസരത്ത് അന്ന് ലഭ്യമായിരുന്ന ശതാവരി, ബ്രഹ്മി, കൊടങ്ങൽ, വയമ്പ് ഇതെല്ലാം തേനിനും നെയ്ക്കും ഒപ്പം ചേർത്ത് മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആചാര്യൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ ബാക്കിയായിട്ടാണ് സ്വർണ്ണപ്രാശനം എന്ന കർമ്മം എത്തിയത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനിച്ച കുഞ്ഞു മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സ്വർണ്ണപ്രാശനം നൽകുക. അതുകൊണ്ടാണ് സ്വർണ്ണപ്രാശനം പൂയം നക്ഷത്രത്തിൽ തന്നെ കൊടുക്കുന്നത്. സ്വർണം എന്നത് തന്നെ 4 ലോഹങ്ങളിലേക്കും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങളോട് കൂടിയ ഒന്നാണ്. അപ്പോൾ അത് കൊടുക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രത്തിൽ തന്നെയായിരിക്കണം. പൂയം എന്ന് പറയുന്നത് ദ സ്റ്റാർ ഓഫ് നറിഷ്മെൻറ്റ് എന്ന് തന്നെയാണ്. ഒരു പശുവിൻ്റെ അകിടിനോട് സാദൃശ്യം വരുന്ന രീതിയിലാണ് പൂയം നക്ഷത്രം നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുന്നത്. അതിനോളം നറിഷ്മെൻറ്റ് തരുന്നത് നമുക്ക് വേറെ എന്താണുള്ളത്? നക്ഷത്രം മാത്രമല്ല, ഇതിനൊരു നല്ല മുഹൂർത്തം കൂടിയുണ്ട്, അഭിജിത് മുഹൂർത്തം. എന്തുകൊണ്ട്? ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം. കഴിവതും അപ്പോൾ തന്നെ കുട്ടികൾക്ക് സ്വർണ്ണപ്രാശനം നൽകാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവാം, ഗോൾഡ് മെറ്റലല്ലേ, പിന്നെ എന്തിനാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വളരെയധികം ശുദ്ധി ചെയ്ത സ്വർണ്ണ രൂപം ഇന്ന് പല രീതിയിലും അലോപ്പതി ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പല ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് ആയിട്ടും അവരത് യൂസ് ചെയ്യുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആചാര്യന്മാർ നമുക്ക് കണ്ടുപിടിച്ച് തന്ന കാര്യമാണ് ഇപ്പോൾ അവർ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. ആരോഗ്യത്തെ കേന്ദ്രീകരിച്ചുള്ള പഠനത്തിന് ശേഷം മാത്രം നമ്മുടെ ചുറ്റിനും അവൈലബിൾ ആയിട്ടുള്ള കറിവേപ്പില, ബ്രഹ്മി, കുടങ്ങൽ, ശതാവരി, വയമ്പ്, കൊട്ടം തുടങ്ങിയ ഔഷധങ്ങൾ ഒന്നിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ തേനിനും നെയ്ക്കും സ്വർണ്ണഭസ്മത്തിനും ഒപ്പം ചേർത്ത് കൊടുക്കുക എന്നതാണ് ഒരു ഡോക്ടറിൻ്റെ കർത്തവ്യം. അപ്പോൾ ഈ സ്വർണ്ണപ്രാശനം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നല്ലേ? ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ മേധ അഗ്നിബലവർദ്ധനം, ബുദ്ധി വികസിക്കുകയും അഗ്നി നമ്മുടെ ഡൈജഷൻ നന്നായി തുടരുകയും അതുപോലെ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിലൂടെ നല്ലൊരു ഇമ്മ്യൂണിറ്റി നിറഞ്ഞ ദീർഘായുസോടു കൂടിയുള്ളൊരു ജീവിതവും ആ കുട്ടിക്ക് ലഭിക്കുന്നു.